കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ ഒരു വിഷയത്തിൻ്റെ ജ്യോതിഷ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ജന്മദോഷങ്ങൾ എല്ലാവരും പറയുന്നതാണ്. എൻ്റെ ഗ്രഹനിലയിൽ കേസരി യോഗമുണ്ട്, രാജയോഗമുണ്ട്, പഞ്ചമഹാപുരുഷ യോഗമുണ്ട്. എന്നിട്ട് പോലും ഇത്രയും നാളായിട്ട് എനിക്കൊരു ഗുണങ്ങളും ഉണ്ടാകുന്നില്ല. എൻ്റെ ജന്മം എന്താ ശാപം പിടിച്ച ജന്മമാണോ? എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചാണ് എൻ്റെ ജന്മം എന്താണ് ജ്യോത്സ്യരെ, എത്രയും വർഷങ്ങളായിട്ട് എനിക്കൊരു വീടാകുന്നില്ല, മറ്റു കാര്യങ്ങളാകുന്നില്ല, എന്നും എനിക്ക് കടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. അവർ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. അവർ എന്തിനൊക്കെ സാമ്പത്തികം ഉപയോഗിച്ചു. എല്ലാ ആൾക്കാർക്കും ഒരുപോലെ സാമ്പത്തികം ഈശ്വരൻ കൊടുക്കണമെന്നില്ല, ഓരോരുത്തർക്കും അതിൻ്റെ. അപ്പോൾ ആ സാമ്പത്തികം കൊടുക്കുന്നതനുസരിച്ചിട്ട് ധനത്തെ സ്നേഹിക്കുക, പൈസയെ സ്നേഹിക്കുക, മഹാലക്ഷ്മിയെ സ്നേഹിക്കുക. ആ സ്നേഹം കൊടുക്കുമ്പോഴാണ് ആ പൈസ ഏത് രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള മനസാക്ഷി ഉണ്ടാകുന്നത്. ഇപ്പം ചിലർ പറയും മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും, മരിച്ചിരിക്കുന്നിടം വരെ അങ്ങ് സുഖിച്ചേക്കാം. ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ ആർക്കാണ് കിട്ടുന്നത്? അങ്ങ് സുഖിക്കുന്നതിൻ്റെ പിൽക്കാലത്തുള്ള അടുത്ത തലമുറയ്ക്കാണ് കിട്ടുന്നത്. അങ്ങനെ സൂചിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഗ്രഹനിലയിൽ തന്നെ കാണാം. നമുക്ക് 9ാം ഭാവം കൊണ്ടും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ധർമ്മദൈവസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മുജ്ജന്മങ്ങളുണ്ടായിരിക്കുന്നത്, നമ്മുടെ ദാമ്പത്യബന്ധത്തിൻ്റെ വിഷയങ്ങൾ, നമ്മുടെ പിതൃസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ. പിതൃമൊക്കെ ഉള്ളതാണ് കേട്ടോ. പല ആൾക്കാരും പറയുന്നുണ്ട് പിതൃപൂജയൊന്നും ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. അച്ഛനെയും അമ്മയൊക്കെ മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ പറയുന്ന കേൾക്കുമ്പം തന്നെ നമുക്ക് ദുഃഖം തോന്നും കാര്യം. അപ്പോൾ ഒരു സ്വന്തം അച്ഛനെയൊക്കെ എന്തുമാത്രം മോശം, ഒരു മ്ലേച്ഛമായിട്ട് കണ്ടിട്ടല്ലേ അങ്ങനെയുള്ള ഒരു ചില ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് കാര്യം. പിതൃപൂജയൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അതിനൊക്കെ നല്ലത് മറ്റാർക്കെങ്കിലും പിന്നെ എന്താ പറയുക, ചിലവ് ചെയ്യുമോ, അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്ക് പൈസ കൊടുക്കുമോ. അവനവൻ്റെ കണ്ണിലെ കാര്യങ്ങൾ എടുത്തതിന് ശേഷം മൊത്തവും അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ്. പക്ഷേ രാജാക്കന്മാരും ഒക്കെ അന്ന് പഴയ കാലത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവരോട് കോടിക്കണക്കിന് സ്വത്തുകളും മറ്റു കാര്യങ്ങളും അവർ നിക്ഷേപിച്ചിട്ട് ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു ജനത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവരത് ഭരണതന്ത്രം നീക്കാൻ വേണ്ടിയാണ് ഗുരുവിൽ നിന്നും പഠിച്ചിരിക്കുന്നതും എല്ലാം. അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് മാത്രമേ, അതുപോലെ ഭിക്ഷക്കാർ പോലും. ഭിക്ഷ കൊടുക്കുന്നത് ഏറ്റവും അധമമാണ്, ദോഷമാണെന്നാണ് പറയുന്നത്. ആ അനുഭവിക്കുന്ന മുജ്ജന്മ സുഹൃതം, മുജ്ജന്മ സുഹൃതമല്ല, മുജ്ജന്മ ദോഷം. ആ ദോഷം കൊണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ ഗ്രഹനിലയിൽ പാപതാ സംബന്ധമായിട്ടുള്ള വിഷയവും പാരമ്പര്യപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിലും പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിലും ഒക്കെയാണ് ഈ പിന്നെ ജന്മദോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്തതും എത്ര പൈസ കിട്ടിയാലും നഷ്ടപ്പെട്ടു പോകുന്നതും ഒക്കെ. അപ്പോൾ അതിനും പരിഹാരങ്ങളുണ്ട്. കാര്യം ഇത് നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുക്കൽ ഇവർ പോകുന്നില്ല, നല്ല കണക്കറിയാവുന്നൊരു ജ്യോത്സ്യൻ്റെ അടുക്കൽ പോകുന്നില്ല. ഓടിച്ചെല്ലുക, കവടി നോക്കുക, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, ഗ്രഹനില എടുത്തിട്ട് പറയാം. ഒരു നിമിത്തം കൊണ്ടോ ഒരാൾ വന്നാൽ ഉടനെ കണ്ടിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. അവർക്കൊന്നും വലിയ പ്രശസ്തി മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അല്ല, അവരൊന്നും ജ്യോതിഷത്തെ അവഹേളിക്കത്തുമില്ല. അവർ അന്നമാണ് അവരുടെ ജ്യോതിഷം എന്ന് പറയുന്നത്. അവരുടെ ആഹാരമാണ്. പിൻതലമുറ അത് ഉപയോഗിക്കുന്നുമുണ്ട്. പിൻതലമുറ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ജ്യോതിഷം പോലും ആകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, എന്നാൽ പിന്നെ എന്തിനാണ് ജ്യോത്സ്യനാകുന്നത് എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്, എത്ര ജ്യോത്സ്യന്മാരുണ്ട്. യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്. എന്നിട്ട് 10 പേരുടെ കൈയടിയും മേടിക്കും. ജ്യോതിഷം ഇങ്ങനല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇതിന് ഒരു പരിഹാരങ്ങളും ഇല്ല. പരിഹാരങ്ങളുള്ളതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ, എന്തൊക്കെയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും. ഇപ്പം എനിക്ക് എത്ര വയസ്സ് വരെ ആയുസ്സുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു ഏകദേശ രൂപം എനിക്കറിയാമായിരിക്കും. ഒരു കുട്ടിയുടെ ഗ്രഹനില എഴുതുമ്പോഴേ, ഒരു ജാതകം എഴുതുമ്പോഴേ ഒക്കെ അറിയാം ഇത്ര വയസ്സ് വരെ സാമാന്യനെ ആയുസ്സുണ്ടെന്ന്. അപ്പോൾ അത്രയും ആയുസ്സുണ്ടെങ്കിൽ ആ ആയുസിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയൊന്ന് ഒടിഞ്ഞു പോയി, അല്ലെ ഒരാഴ്ചക്ക് മുമ്പ് എൻ്റെ കൈ ഒടിഞ്ഞു പോയി, എനിക്ക് ഇത്ര വയസ്സ് വരെ, എനിക്ക് 83 വയസ്സ് വരെ ആയുസ്സുണ്ട്, അല്ലെ 63 വരെ ആയുസ്സുണ്ട്, ഈ കൈ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ? അതൊരു പരിഹാരമാണ് അല്ലേ? അപ്പോൾ അവനവൻ ചെയ്യുന്ന തൊഴിലിൽ
തൊഴിലിൽ പോലും വെള്ളം കലർത്തുന്ന ആൾക്കാർ, തൊഴിലിൽ പോലും കൈയടി സൃഷ്ടിക്കാനും മറ്റുമാണ് ശ്രമിക്കുന്നത്. അവനവനിക്ക് ഏത് തൊഴിൽ ചെയ്താലും, ഒരു മേശരിപ്പണി ചെയ്താലും അതിൽ അലിഞ്ഞ് ചെയ്യുവാണെങ്കിൽ അവനത് ഉത്തവനാണ്. ഒരു പെയിൻറ്ററാണെങ്കിലും നല്ല രീതിയിൽ അത് അലിഞ്ഞ് ചെയ്യുന്നവൻ അവൻ ഉത്തവനാണ്. ഒരു സിനിമ നിർമ്മിക്കുന്നവനാണെങ്കിലും അത് അലിഞ്ഞ് ചെയ്യുന്നതിൽ, ഒരു പാട്ടെഴുത്തുകാരനാണെങ്കിൽ പോലും അവൻ അതിലലിഞ്ഞ് ചെയ്യുന്ന അവൻ്റെ തൊഴിലിനോടൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ എത്ര ഗുണം പറഞ്ഞാലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പാരമ്പര്യ സംബന്ധമായിട്ട് തന്നെ പറയുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുജ്ജന്മങ്ങളുടെ പറയുന്നത്. മുജ്ജന്മം എന്ന് പറഞ്ഞാലേ ചില ആൾക്കാർ പറയും മുജ്ജന്മം ഇല്ല. ഒരു 5 തലമുറയ്ക്ക് മുമ്പുള്ള അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ ഈ ജ്യോതിഷം ഭഗവാനിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള സാധനമാണ് ജ്യോതിഷം. അത് ഇന്നും ഒന്നും ഉണ്ടായതല്ല. അതിനെ ഈ വളച്ചൊടിക്കുകയാണ് ഈ ആൾക്കാർ ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥ. പല ആൾക്കാരുടെ സെഗ്മെന്റിൽ വ്യാഴമാറ്റത്തിൽ ഇന്നത് എന്നും പറഞ്ഞിട്ട് ഒക്കെ എന്തൊക്കെയാ പറയുന്നതെന്നറിയാമോ? എന്തൊക്കെയാ പറയുന്നത്? ചിലപ്പോൾ അതിശയം തോന്നി. അങ്ങ് അതിശയിപ്പിക്കും, മനുഷ്യനെ അതിശയിപ്പിക്കും. ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതാണെന്നുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാക്കിയെടുക്കുകയാണ്. മഹാ അത്ഭുതം പോലെ. പഴയ കാലത്തൊന്നും ഇതില്ലായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും ഒരു ജ്യോത്സ്യം കാണും, ആ ജ്യോത്സ്യനെ പോയി കാണും, ജാതകം എഴുതും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അന്നുള്ളവരും ജീവിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്ന പോലെ ഇന്നുള്ളവരും ജീവിക്കുന്നുണ്ട്. അപ്പം മുജ്ജന്മത്തിൽ എന്തെങ്കിലും, അപ്പോൾ എന്നും ഈ ജാതകം പരിശോധിച്ച് ചെല്ലുന്നിടത്തൊക്കെ പറയുന്നത് എന്തുവാ? 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ 50,000 രൂപ ഇതങ്ങ് ചെയ്തേര് എന്നൊക്കെയുള്ളൊരവസ്ഥയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം. മിക്കവാറും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വെറൊരു മ്ലേച്ഛമായ, ഒരു മോശമായ, പക്ഷേ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊന്നും നടക്കത്തില്ല. അവിടെ ഇരിക്കുന്ന മേൽശാന്തി ജ്യോതിഷം പറയാം, ഒന്നും അറിയാതെ, ഒരു മുഹൂർത്തം പോലും കുറിക്കാൻ അറിയാതെ, എന്നിട്ട് ചൊവ്വായും വെള്ളിയും എന്നും പറഞ്ഞിട്ട് നട തുറന്നിരുന്നിട്ട് ജ്യോതിഷം പറയാം എന്നുള്ള ആൾക്കാരുണ്ട്. അത് ഞാൻ വേറെ എപ്പിസോഡ് ഞാൻ പറഞ്ഞുതരാം, എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ആർക്കൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അന്നേരം ചിലപ്പം കുറച്ച് ധനം ഉണ്ടായിരിക്കാം. ഏറ്റവും കൂടുതൽ ഭഗവാൻ തന്നെ അത് തിരിച്ചടിക്കുന്നതായിട്ടുള്ള സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം ഗുരുവായൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടിമരത്തിന് പ്രശ്നമുണ്ട്, ദേവപ്രശ്നത്തിന് തെളിഞ്ഞാണ്. അത് ഭഗവാൻ തന്നെ അതിനുള്ള കാര്യങ്ങളും കാണും. ഭഗവാന് കൃത്യമായിട്ട് പൂജകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ അതിലൊരു ശക്തി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മുജ്ജന്മത്തിൽ നമ്മൾ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, ഗ്രഹനില കൃത്യമാക്കി തിട്ടപ്പെടുത്തി അല്ലെങ്കിൽ അറിയാവുന്ന കുന്തസ്ഫുടം വരെ ചെയ്യാൻ അറിയാവുന്ന ഒരു ജ്യോത്സ്യനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരാളുടെ നക്ഷത്രം അറിയത്തില്ലെങ്കിൽ നല്ല ജ്യോത്സ്യനാണ്, പാരമ്പര്യമുള്ള ജ്യോത്സ്യനാണ് എങ്കിൽ ഈ കമ്പ്യൂട്ടറൊക്കെ കവിത എഴുതുന്ന പോലെ ഒരു സാധനമൊന്നുമില്ല, അല്ലാതുള്ള ഗണിച്ചിട്ട് കുന്തസ്ഫുടം ചെയ്ത് ആളിൻ്റെ നക്ഷത്രം വരെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആൾക്കാർ ഇന്നും കൊണ്ട് ജീവിച്ചിരിപ്പുണ്ട്. ഈ പറയുന്ന ഒരാളോട്, ഈ സെഗ്മെൻ്റൊക്കെ ഇറക്കുന്ന ഒരാൾ ഒരു പഞ്ചാംഗം ഒന്ന് ഗണിച്ചു തരാൻ പറയാൻ പറ്റുമോ? ഒരു ഉദയാൽപരം ഒന്ന് ഗണിച്ചു തരാൻ പറയാൻ പറ്റുമോ? കൈ കൊണ്ടൊന്ന് ചെയ്തു തരാൻ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ്. പഞ്ചാംഗം നോക്കുക, എടുക്കുക, കുറിക്കുക, പൊതുവായിട്ട് കാണുന്ന സാധനം എല്ലാം കുറിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി എടുക്കുക. ആ പുസ്തകത്തിൽ ഇന്നതുണ്ട്, ഇന്ന ഗ്രന്ഥത്തിൽ ഇന്നതുണ്ട്, ഇന്ന ഗ്രന്ഥാവസ്ഥയിൽ ഇങ്ങനെയുണ്ട്. അങ്ങനെയൊന്നും അല്ല ജ്യോതിഷം പഠിക്കുക. ഒരു ഗുരുമുഖത്ത് നിന്ന് ജ്യോതിഷം, വൈദ്യം, മാത്രം ഇതൊക്കെ പഠിക്കണേ ഗുരുമുഖത്തു നിന്ന് പഠിച്ചാലേ പറ്റുള്ളൂ. ആ ആളിനെ നമ്മൾ നമസ്കരിച്ച് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം. നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈശ്വരൻ നമുക്ക് അന്നം കൊണ്ടുതരും. ഈശ്വരൻ 100% അന്നം കൊണ്ടുതരും, സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് മുജ്ജന്മത്തിലൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ. ആ വിഷയങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കത്തക്ക ആയിട്ടുള്ള നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് അത് നമ്മൾ കവടി വെച്ച് നോക്കി, ഗ്രഹനില നോക്കി, ആ 9ാം ഭാവം നോക്കി, ധർമ്മദൈവ സ്ഥാനമൊക്കെ നോക്കി, ചെറിയ ചെറിയ പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്ത് ആദ്യം ഒന്നൊന്ന് എഴുന്നേറ്റ് പിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് ഒരു സുദർശന ഹോമമോ അങ്ങനെയൊക്കെയുള്ള പിന്നീട് നോക്കാം. ഇത് മേളിൽ നിന്ന് താഴോട്ടാണ് തുടങ്ങുക. ആദ്യം സുദർശനം കഴിക്കും, പിന്നെ അത് കഴിഞ്ഞ് ഭഗവത്സ കഴിക്കും, പിന്നെ വേറെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അതും ഫലമായില്ലെന്ന് പറഞ്ഞ് ഗണപതി ഹോമം കഴിക്കും. ഏറ്റവും കൂടി അവസാനം വന്ന് കഴിക്കുമ്പോൾ ധർമ്മദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് കഴിയുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, അതൊട്ട് വെളി വരുത്തുമില്ല. സുദർശനം കഴിച്ചത് വരും, അത് കാര്യം കുറേ ലക്ഷം മടക്കിയല്ലേ. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ്. അത് മുജ്ജന്മമായിട്ട് അത് നമ്മൾ എന്താണെന്ന് കണ്ട് അതിന് വഴിപാടുകളും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ഇരുന്ന് ശ്രമിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ലെന്നേ. നമ്മൾ ശ്രമിച്ചാൽ നടന്നിരിക്കും. നമ്മളാകണമെന്ന് തോന്നിയാൽ നമ്മളായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതാണ് മുജ്ജന്മത്തിൽ. അല്ലാതെ ഇങ്ങനെ എല്ലാ ജ്യോത്സ്യന്മാരും ഒരുപാട് കുഴികുത്തിയാൽ വെള്ളം കിട്ടില്ലെന്ന് പറഞ്ഞ പോലെ
ഈ എല്ലായിടത്തും കയറി ഇറങ്ങിയ ഏതെങ്കിലും ഒരാളെ വിശ്വാസമാണ്, ഒരാളെ വിശ്വസിച്ചൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് വിശ്വാസമാണ് ഏറ്റവും. ആ വിശ്വാസത്തോടു കൂടി മുജ്ജന്മത്തിലുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ട്, ചെറിയ ചെറിയ തടസ്സങ്ങളോ അവരുടെ കുടുംബപരമായിട്ടുള്ള തടസ്സങ്ങളോ ഒക്കെ ആയിരിക്കാം, അത് മാറ്റി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളിൻ്റെ ജീവിതശൈലിയും മാറും, ധനസമ്പാദത്തും മാറും, മറ്റു കാര്യങ്ങളും മാറും. പിന്നെ ചില ഗ്രഹനിലയാലുണ്ട് യോഗ സംബന്ധമായിട്ടുള്ള വിഷയം. ദാരിദ്ര്യം അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ രാജാവാണെങ്കിലും ദാരിദ്ര്യം അനുഭവിച്ചേ പറ്റുള്ളൂ, ഒരു ദിവസമെങ്കിലും എത്ര കോടികളുണ്ടെങ്കിലും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊക്കെ നന്മയേ ഉണ്ടാകത്തുള്ളൂ. നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, മനുഷ്യർ നശിക്കാൻ വേണ്ടിയല്ല ജ്യോതിഷം ഉണ്ടായിരിക്കുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും നിസ്സീമമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.